എല്ലാവർക്കും പൂമ്പാറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിലെ ആദിയോഗി പ്രതിമയ്ക്ക് മുമ്പിലാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് കാണാം. പശ്ചിമഘട്ടത്തിന്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ആദിയോഗി ശിവപ്രതിമയുടെ മുന്നിലായി യോഗേശ്വർ ലിംഗ എന്ന വിശുദ്ധ ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവ് സ്ഥാപിച്ച ഇഷ ഫൗണ്ടേഷനാണ് ഈ പ്രതിമ പരിപാലിച്ചു പോരുന്നത്. ഈ പ്രതിമയിൽ ശിവനെ ആദ്യത്തെ യോഗി അല്ലെങ്കിൽ ആദിയോഗി എന്നും മനുഷ്യർക്ക് യോഗ വാഗ്ദാനം ചെയ്ത ആദ്യത്തെ ഗുരു അല്ലെങ്കിൽ ആദിഗുരു എന്നും ചിത്രീകരിക്കുന്നു. 2017 ഈ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായത്. ഏകദേശം ഒരു 147ഓളം അടി ഉയരമുണ്ട് ഈ പ്രതിമയ്ക്ക്. പിന്നെ ഇത് മൊത്തമായിട്ട് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അർദ്ധകായ പ്രതിമയാണിത്. അർദ്ധകായ പ്രതിമ എന്ന് പറയുന്നത് അരയ്ക്ക് മുകളിലേക്കുള്ള പ്രതിമകളെയാണ് നമ്മൾ അർദ്ധകായ പ്രതിമ എന്ന് പറയുന്നത്. ഇതിന് ഗിന്നസ് റെക്കോർഡും ഉണ്ട്. പിന്നെ ഇവിടേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഇവിടേക്ക് ബസ്സുകളുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എൻട്രി ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ വരുന്ന വാഹനത്തിന് അത് ബൈക്കാണെങ്കിൽ ഒരു 10 രൂപ, കാർ ആണെങ്കിൽ ഒരു 30 രൂപ, അങ്ങനെ വളരെ തുച്ഛമായ ഒരു തുക മാത്രമാണ് ഇവിടെ പാർക്കിംഗ് ഫീസ് വരുന്നത്. ശിവന്റെ കഴുത്തിലായുള്ള ഈ മാല ഒറ്റനോട്ടത്തിൽ വലിയൊരു കയറാണെന്നാണ് നമുക്ക് തോന്നുക. പക്ഷേ അത് ഒരുപാട് രുദ്രാക്ഷമാലകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വലിയൊരു മാലയാണ്. ഒരുപാട് പേര് ഇവിടെ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വരികയാണെങ്കിൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇവിടെ ഇനി ഇപ്പൊ ഒരു 7-10 ഒക്കെ ആയി കഴിഞ്ഞാൽ ലേസർ ഷോ ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലേസർ ഷോ എന്ന് പറഞ്ഞാൽ മഴയുള്ള ദിവസങ്ങൾ ഉണ്ടായിരിക്കില്ല. അതൊരു പ്രത്യേക ഒരു നൈസ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൃത്യം 7:20 തന്നെ ലൈറ്റ് ഷോ ആരംഭിച്ചു. ആദിയോഗിയുടെ കഥയും മനുഷ്യർക്ക് യോഗശാസ്ത്രം എങ്ങനെ പരിചയപ്പെടാമെന്നും വിവരിക്കുന്ന ഒരു 3D ലേസർ ഷോ ആണിത്. സൗണ്ട് ഓഫ് ഇഷയുടെ സംഗീതം 14 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഗംഭീരമായ ഈ ഷോയെ കൂടുതൽ മെച്ചപ്പെടുത്തി. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലേസർ ഷോ ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല റഷ് ആയിരുന്നു. സാറ്റർഡേ സൺഡേ പൊതുവേ നല്ല തിരക്കായിരിക്കും. അതെ, കുറച്ച് തിരക്കാണെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ആദിയോഗി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുവരെ ആദിയോഗിയിൽ വരാത്തവര് തീർച്ചയായിട്ടും വരിക. അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.